കുടുംബങ്ങളെ പറ്റിയുള്ള 2 സിനഡുകൾക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ പോസ്റ്റ് സിനഡൽ അപ്പോസ്റ്റലിക് എക്സോർട്ടേഷനാണ് അമോരിസ് ലെറ്റീസിയ അഥവാ സ്നേഹത്തിൻ്റെ സന്തോഷം. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ വെല്ലുവിളികൾ നമ്മുടെ കുടുംബങ്ങളെ നേരിടുമ്പോൾ അതിന് ഉള്ള പരിഹാരമാർഗവും പുതിയ ഒരു ദിശാബോധവും നൽകുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അമോരിസ് ലെറ്റീസിയ അഥവാ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഈ പ്രബോധന രേഖയിൽ. 9 അധ്യായങ്ങളിലായി 345 പാരഗ്രാഫുകളിലായി തിരിച്ചിരിക്കുന്ന ഈ ഔദ്യോഗിക രേഖ പുറത്തിറക്കിയത് തിരുക്കുടുംബത്തിൻ്റെ കാവലാളായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനം 2016 മാർച്ച് 19 ഈ രേഖ തുടങ്ങുന്ന 1-ാം അധ്യായത്തിലെ ആദ്യ വാക്യം ഇപ്രകാരമാണ്: The joy of love experienced by families is also the joy of the church. സഭയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളിലും അനുഭവിക്കുന്ന സന്തോഷമാണെന്ന് പറഞ്ഞാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പ്രബോധന രേഖ തുടങ്ങുക. അതായത് ഓരോ കുടുംബങ്ങളും സന്തോഷം നിറഞ്ഞു നിൽക്കുമ്പോൾ സഭയിലും സന്തോഷവും പ്രതീക്ഷയും കടന്നു വരുന്നു. ഈ പ്രബോധന രേഖയുടെ ഏറ്റവും മിഴിവാർന്ന ഭാഗം അതിൻ്റെ 4-ാം അധ്യായമാണ്. പ്രത്യേകിച്ച് ഈ 4-ാം അധ്യായം വിവരിക്കുക പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലെ ആ സ്നേഹത്തെ പറ്റിയുള്ള വിവരണം കുറിച്ചുകൊണ്ടാണ്. ആ അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: നാം സ്നേഹത്തെക്കുറിച്ച് കൂടി പറഞ്ഞില്ലെങ്കിൽ ഇവിടം വരെ പറഞ്ഞതെല്ലാം വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സുവിശേഷത്തെ പ്രകാശിപ്പിക്കുവാൻ അപര്യാപ്തമായിരിക്കും. അങ്ങനെ മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായിരുന്നാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 4-ാം അധ്യായത്തിൽ ഈ സ്നേഹഗീതത്തെ പറ്റിയുള്ളൊരു വ്യാഖ്യാനം പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൽകുകയാണ്. സ്നേഹം എന്ന ഈ ഒരു പദം പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ്. പക്ഷേ ഈ പദം പലപ്പോഴും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഈ സ്നേഹത്തെ പറ്റിയുള്ള ഒരു പ്രതിപാദ്യം വ്യാഖ്യാനം ഇവിടെ തുടങ്ങുക. സ്നേഹം ക്ഷമാശീലമാണ്. അതാണ് നാം കാണുന്ന ആദ്യത്തെ വാക്യം. അങ്ങനെ ഈ സ്നേഹത്തെപ്പറ്റി പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പരസ്പര ധാരണയും സ്നേഹവും നിലകൊള്ളുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കുടുംബം സുസ്ഥിതി പ്രാപിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുന്നു. അതിൻ്റെ 112-ാം
ഖണ്ഡികയിൽ സ്നേഹം എല്ലാം സഹിക്കുന്നു, നാവിൻ്റെ ഉപയോഗത്തെപ്പറ്റി, പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ പരസ്പരം വേണ്ട ആ സ്നേഹത്തിനുള്ള വാക്കുകളെപ്പറ്റി, സ്നേഹത്തിൻ്റെ ഭാഷയെപ്പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ഭാഷ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി റാഞ്ചിയിലേക്ക്, ജാർഖണ്ഡിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ട്രെയിൻ സാവധാനം നീങ്ങി കേരളത്തിൻ്റെ അതിർത്തി വിട്ട് ഈ മനോഹരമായ പച്ചപ്പിൻ്റെ സാന്ത്വന ഭൂമിയെല്ലാം കടന്ന് തമിഴ്നാട്ടിലേക്കും സാവധാനം ആന്ധ്രാപ്രദേശിലേക്കും പിന്നീട് വെസ്റ്റ് ബംഗാളിൻ്റെ പശ്ചിമ ബംഗാളിൻ്റെ അടുത്തേലൂടെ കടന്ന് അങ്ങനെ ബീഹാറിലൂടെ ജാർഖണ്ഡിലേക്കും ഒറീസ വഴി ജാർഖണ്ഡിലേക്ക് കടന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നവർ ശ്രദ്ധിച്ച ഒരു കാര്യം, ട്രെയിനിലുള്ള കുറേ പേർ ഇറങ്ങിപ്പോകുന്നു, മറ്റു പലരും ട്രെയിനിലേക്ക് കടന്നു വരുന്നു. പലരും കേരളം വിട്ട് യാത്ര ചെയ്യുമ്പോൾ മലയാള ഭാഷ കഴിഞ്ഞ് തമിഴാകുന്നു, തെലുങ്കാകുന്നു, കന്നഡയാകുന്നു, ബംഗാളി, ഹിന്ദി, അങ്ങനെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വ്യക്തികളെ കാണുകയും കേൾക്കുകയുമൊക്കെ ചെയ്യുന്നു. പല ഭാഷകളും നമുക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ ചർച്ചയിൽ വളരെ ആകസ്മികമായി കടന്നു വന്നത് ഭാഷകളെപ്പറ്റി തന്നെയായിരുന്നു. അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ എവല്യൂഷൻ, പരിണാമം, ഇത് ഞങ്ങളുടെ ചർച്ചയിൽ വന്നു. ആ ചർച്ച എൻ്റെ മനസ്സിൽ അങ്ങനെ നിലനിന്നിരുന്നു. പിന്നീട് ഭാഷയെപ്പറ്റി കുറേ കൂടെ പഠിക്കുവാൻ അത് എനിക്ക് പ്രചോദനമായി. പ്രത്യേകിച്ച് പ്രസിദ്ധരായ ലിംഗ്വിസ്റ്റിക്സ് എഴുത്തുകാർ AJ അയ്യർ, മെർലപ്പോണ്ടി, ഹുസേൾ എന്നിങ്ങനെയുള്ള ഒത്തിരിയധികം എഴുത്തുകാർ ഭാഷയുടെ പ്രാരംഭത്തെപ്പറ്റി, അതിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കുടുംബത്തിലായാലും ജോലി ചെയ്യുന്ന ജീവിക്കുന്ന സാഹചര്യങ്ങളിലായാലും പരസ്പരം സംസാരിക്കുന്ന ഭാഷ മാത്രമല്ല, മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും അവരുടെ അവസ്ഥകളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അമോറിസ് ലെറ്റീഷ്യയുടെ 4-ാമത്തെ അധ്യായം ഈ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ, പരസ്പരം മനസ്സിലാക്കേണ്ട, എന്നും പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഷ നമുക്ക് സ്വന്തമാകുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചിന്ത. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ വിവിധ ഭാഷകൾ വന്നതിനെ പറ്റിയുള്ള ഒരു വിവരണവും ശ്രദ്ധേയമാണ്. അത് വിവരിക്കുന്ന ഇതാണ്: ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം വ്യക്തമാക്കുന്നത്. കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി, അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. പിന്നീടാണ് ഏറ്റവും രസാവഹമായ വിവരണം. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്തു നിന്ന് ചിന്തിച്ചിതറിപ്പോകും. അങ്ങനെ മനുഷ്യർ നിർമ്മിച്ച ഈ ഗോപുരം കാണുവാൻ യഹോവയായ ദൈവം ഇറങ്ങി വരുന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ.
അവർ ചെയ്യുവാൻ ഒരുമ്പെടുന്നതെല്ലാം അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിപ്പിക്കാത്ത വിധത്തിൽ ഭിന്നിപ്പിക്കാം. അങ്ങനെ ഈ ബാബേൽ ഗോപുരം അവരുടെ ദൈവത്തിൻ്റെ അഭീഷ്ടവും ഇംഗിതത്തിനും വിഘാതമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ഒരു ഗോപുര നിർമ്മാണം, അവരുടെ ആ സംരംഭം നിർത്തിവെക്കേണ്ടി വരിക അവർക്ക് പല ഭാഷകൾ ഉണ്ടായത് കൊണ്ടുകൂടെയാണ്. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അവിടെ വച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിപ്പിച്ചതും. ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരായി, അവിടുത്തെ വിശുദ്ധ പ്ലാനിന് വിഘാതമായി മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, പട്ടണം പണിയുമ്പോൾ, ഗോപുരം പണിതുയർത്തുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവർ ഭിന്നമായി പോകുന്നു. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഒരേ ഭാഷ കടന്നു വരുന്നതും സ്നേഹത്തിൻ്റെ ഒരു ഭാഷ സംസാരിക്കുവാൻ സാധിക്കുന്നതും. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാരുടെ വിവരണം കൊടുക്കുന്നുണ്ട്. അവർ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നിറഞ്ഞ് യേശുവിനെ പ്രഘോഷിക്കുവാൻ തുടങ്ങുന്നു. യേശുവിൻ്റെ ആ സ്നേഹത്തെപ്പറ്റി ജനതതികളോട് വിവരിക്കുവാൻ തുടങ്ങുന്നു. നടപടി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ അപ്പോസ്തലന്മാരുടെ ആ പ്രഘോഷണം, അവരുടെ ഭാഷ ഓരോരുത്തരും അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കുവാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മനുഷ്യ ഹൃദയങ്ങളിൽ കടന്നു വരുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ സ്നേഹത്തിൻ്റെ ശൃംഖലയിൽ ഒരുമിച്ച് നിലകൊള്ളുമ്പോഴാണ് പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുക. ഈ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇത് രണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം പല കുടുംബങ്ങളിലും കാണുന്നില്ല. സ്നേഹത്തിൻ്റെ സാന്നിധ്യം ആ ഹൃദയങ്ങളെ ഒരേ ശൃംഖലയിൽ നിലനിർത്തുവാനാകുന്നില്ല. നടപടി പുസ്തകത്തിലെ ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാം. സാധാരണക്കാരായ മത്സ്യപിടുത്തക്കാരായ പത്രോസും ശിഷ്യന്മാരും പെട്ടെന്ന് അവർക്ക് ഈ സിദ്ധി, അവർ സംസാരിക്കുന്ന ഭാഷ മറ്റുള്ളവർക്ക് അവരുടേതായ ഭാഷയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വലിയ പ്രഘോഷകരായി അവർ തീരുന്നു. അത്രയും നാൾ ഭയപ്പാടോടെ ആകുലചിത്തരായി ഉത്കണ്ഠാകുലരായി കഴിഞ്ഞ ശിഷ്യന്മാർക്ക് പുതിയ ഒരു കരുത്തും ശക്തിയും ചൈതന്യവുമൊക്കെ കടന്നു വരുന്നു. എവിടെ നിന്ന് അവർക്ക് കിട്ടി ഈ സിദ്ധി? നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുക, അവർ യേശുവിൻ്റെ മരണശേഷം ആ പഴയ ജോലിയിലേക്ക് തിരികെ പോകുന്നതായിട്ടാണ്. അവർ പണ്ടെങ്ങോ ഉപേക്ഷിച്ചു കളഞ്ഞ ആ വഞ്ചിയും വലയുമെടുത്ത് തീരത്ത് നിന്ന് തിരകളെ മുറിച്ചുകൊണ്ട് ആഴക്കടലിലേക്ക് കടന്നു ചെല്ലുന്നു. ആ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ട് ശിഷ്യന്മാർക്ക് ആ രാത്രിയിൽ ഒന്നും കിട്ടാത്ത അനുഭവം?
ഈ ഒരു നിരാശയുടെ, ഈ ഒരു ശൂന്യതയുടെ അനുഭവം? കാരണങ്ങൾ പലതാകാം. ഒന്ന്, അവർ മീൻ പിടിക്കുവാൻ പോയ ഈ തിബേരിയസ് കടലിൽ മീൻ ഒന്നും ഇല്ലാതിരുന്നിട്ടാകാം അവർക്കൊരു ചെറു മീൻ പോലും ലഭിക്കാതിരുന്നത്. ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ള അനുഭവം ഉണ്ടാകുക, അത് ഒരിക്കലും സാധ്യമല്ല. രണ്ടാമത്തെ കാരണം, ഒരുപക്ഷെ കഴിഞ്ഞ 3 വർഷമായി നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന ആഹ്വാനം ശ്രവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ അവർ നടന്നിട്ട് അപ്പോൾ അവരുടെ ആ പഴയ ജോലി മറന്നു പോയിട്ടാകാം. പക്ഷെ അതും സാധ്യമല്ല. കാരണം നിത്യത്തൊഴിൽ അഭ്യാസം എന്നോണം ചെറുപ്രായം മുതൽ തന്നെ പരിശീലിച്ച അവരുടെ ജോലി, എങ്ങനെ വലയെറിയണമെന്നും എപ്രകാരം വലിച്ചു കയറ്റണമെന്നുമെല്ലാം അവർക്ക് വളരെ ഹൃദിസ്ഥമായി അറിയാം. എപ്പോൾ വെള്ളത്തിൽ, എപ്പോൾ കടലിൽ വേലിയേറ്റമുണ്ടാകുന്നു, എപ്പോൾ വേലിയിറക്കമുണ്ടാകുന്നു, ഇതെല്ലാം അവർക്കറിയാം മനപാഠമായി. പക്ഷേ അവരുടെ ആ രാത്രിയിലെ അനുഭവം അവർക്ക് ഒന്നും കിട്ടിയില്ല. യേശുവിൻ്റെ വചനം ശ്രവിച്ച് വലയെറിയുമ്പോൾ അവർക്ക് സമൃദ്ധിയുടെ ഒരനുഭവം. 153 വലിയ മത്സ്യങ്ങൾ. ഉത്ഥാനത്തിന് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരുടെ ആ അനുഭവം വ്യത്യസ്തമായി മാറുക യേശുവിൻ്റെ വചനമനുസരിച്ച് അവർ ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോഴാണ്. അങ്ങനെ ഇവരുടെ ജീവിതത്തിന് തന്നെ വലിയൊരു പരിവർത്തനം, മാറ്റം ഉണ്ടാകുക യേശുവിൻ്റെ വചനങ്ങളനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് വരാം. കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ യേശുവിൻ്റെ കൃപാവരത്തിൽ അവിടുത്തെ വിശുദ്ധ വചനമനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ നിരാശയും പ്രയാസങ്ങളും, ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ള ശിഷ്യന്മാരുടെ അനുഭവം പോലെ കഠിനാധ്വാനം ചെയ്തിട്ടും പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഫലം കുടുംബ ജീവിതത്തിൽ, വ്യക്തിഗത ജീവിതത്തിൽ ഇല്ലാത്തതായ നിരാശയുടെ അനുഭവം മാറിക്കൊണ്ട് സമൃദ്ധിയുടെ, കൃപാവരത്തിൻ്റെ, പുതിയ ചൈതന്യത്തിൻ്റെ അനുഭവം കുടുംബങ്ങളിലേക്ക് കടന്നു വരും. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവുസിലേക്ക് തിരികെ പോയ ശിഷ്യന്മാരുടെ വിവരണം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ അവിടെയും നിരാശയോടുകൂടെയാണ് ശിഷ്യന്മാർ എമ്മാവുസിലേക്ക് നടന്നു പോകുക. അവർ സംസാരിക്കുന്ന സമയത്ത് ഇതാ മൂന്നാമൻ അവരോടൊപ്പം സഹയാത്രികനായി കൂടെ വരുന്നു. എന്തിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ജെറൂസലേമിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി അറിയാത്ത ഏക വ്യക്തി ഒരുപക്ഷെ താങ്കളായിരിക്കും എന്നതാണ് മറുപടി. അങ്ങനെ അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ആ മൂന്നാമൻ അവർക്ക് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. വൈകുന്നേരമായപ്പോൾ തങ്ങളോടൊപ്പമുള്ള ആ സഹയാത്രികൻ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഒരുമ്പെട്ടപ്പോൾ ഞങ്ങളോടൊപ്പം വസിക്കുക എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു. അവർക്ക് വേണ്ടി അപ്പം വിഭജിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിലുള്ള ആ നിരാശയും പ്രയാസങ്ങളുമെല്ലാം അകന്നുകൊണ്ട് അവരുടെ കണ്ണുകൾ തുറക്കുവാനും ഹൃദയം ജ്വലിപ്പിക്കുവാനും ഇടയായി. ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ പ്രകടമായ പരിവർത്തനമാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുക. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ അവർ സംസാരിക്കുന്ന ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ ഇടയാകുക ഈ ദൈവത്തിൻ്റെ കൃപാവരം, ആത്മാവിൻ്റെ ചൈതന്യം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും അതിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. യേശുവിൻ്റെ വചനമനുസരിച്ച് അവർ വലയെറിയുമ്പോൾ അവിടെ സമൃദ്ധിയുടെ അനുഭവമുണ്ടാകും. നമ്മുടെയും കുടുംബങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാമീപ്യം നമുക്ക് തിരിച്ചറിയുമ്പോൾ അവിടെ പരസ്പരം മനസ്സിലാക്കുവാൻ, പരസ്പരം ഭാഷ തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യതമാകുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ അമോറിസ് ലെറ്റീസിയ എന്ന ഈ സിനഡിന് ശേഷമുള്ള പ്രബോധന രേഖയിൽ അതിൻ്റെ 112-ാമത്തെ
പാരഗ്രാഫിൽ പറയുക, വിവാഹിതരായ ദമ്പതികൾ സ്നേഹത്തിൽ ഒന്നിച്ചിട്ട് പരസ്പരം നല്ലത് പറയുന്നു. അവർ ജീവിത പങ്കാളിയുടെ നല്ല വശം കാണിക്കുവാൻ പരിശ്രമിക്കുന്നു. അവരുടെ ദൗർബല്യങ്ങളും കുറ്റങ്ങളും കാണിക്കാൻ ശ്രമിക്കുന്നില്ല. എങ്ങനെയായാലും കുറ്റപ്പെടുത്തി പറയുന്നതിനേക്കാൾ നിശബ്ദത പാലിക്കുവാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ മാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു മാർഗമല്ല ഇത്. അത് ആന്തരികമായ ഒരു മനോഭാവത്തിൽ നിന്ന് ഉറവിയെടുക്കുന്നു. അങ്ങനെ ആന്തരികമായ ആ മനോഭാവം ഒരു വ്യക്തിക്ക് കൈവരിക ദൈവത്തിൻ്റെ ചൈതന്യവും ഈ സ്നേഹത്തിൻ്റെ സാന്നിധ്യവും കൊണ്ടാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് റീഗൻ, അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ നാൻസിയെ മുൻപിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇവളുടെ സാന്നിധ്യമാണ് എനിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വിജയം വരിക്കുവാൻ സാധിച്ചത്. അങ്ങനെ ജീവിത പങ്കാളിയുടെ സ്നേഹപൂർണമായ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനാകുന്നു. ചരിത്രത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ അനുഭവം വായിക്കുന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിധവയായ എന്നാൽ ദൈവവിശ്വാസിയായ ജോസഫൈൻ എന്ന ഒരു സ്ത്രീ കടന്നു വരുന്നു. അവളെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ജോസഫൈൻ്റെ ജീവിതവും പ്രാർത്ഥനയും സ്നേഹവുമെല്ലാം ഈ മനുഷ്യന്, ഈ ചക്രവർത്തിക്ക് അനുഗ്രഹമായി മാറുന്നു. പിന്നീട് അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ യുദ്ധങ്ങളിലും വിജയം വരിക്കുവാൻ സാധിക്കുന്നു. പക്ഷേ പലരുടെയും അഭിപ്രായം കേട്ട് ഈ മനുഷ്യൻ ഒരു കാര്യം തീരുമാനമെടുക്കുന്നു. കാരണം ജോസഫൈനിൽ നിന്നും ഈ മനുഷ്യന് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നില്ല. രാജ്യത്തിൻ്റെ കിരീടാവകാശിയായി മറ്റൊരു രാജകുമാരൻ വേണം എന്നുള്ള ആ പ്രതീക്ഷയിൽ ജോസഫിനെ ഇയാൾ ഉപേക്ഷിക്കുന്നു. പിന്നീട് മരിയയെ എന്ന ഓസ്ട്രിയ സ്വദേശിയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. പക്ഷേ ദൈവഭക്തി അല്ലാതിരുന്ന അവൾക്ക് അവളുടെ ജീവിതവും ആഡംബരവുമെല്ലാം സാവധാനം നെപ്പോളിയനെ പരാജയത്തിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. അങ്ങനെ അവസാനം ആ മനുഷ്യൻ പരാജയം സംഭവിച്ച് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ, മരിയയിലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ വീണ്ടും ഈ ജോസഫൈൻ പ്രാർത്ഥനയോടെ സ്നേഹത്തോടുകൂടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. അവളുടെ പ്രാർത്ഥനയും ത്യാഗവും ഇയാളെ മനസ്സിലാക്കുവാനുള്ള ആ സാധ്യതകളുമെല്ലാം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നു. വാട്ടർലൂ യുദ്ധത്തിൽ പിന്നീട് ജയിക്കുന്നു. വീണ്ടും രാജ്യത്തിലേക്ക് തിരിച്ചു പോകുവാൻ സാധിക്കുന്നു. അതിന് കാരണക്കാരി ജോസഫൈനാണ്, അവളുടെ സ്നേഹമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഭാഷ കുടുംബത്തിൽ നിലകൊള്ളുമ്പോഴാണ് ഓരോ കുടുംബത്തിനും അനുഗ്രഹമുണ്ടാകുക, വളർച്ചയുണ്ടാകുക. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് നിറഞ്ഞു നിൽക്കുവാൻ, ദൈവത്തിൻ്റെ ചൈതന്യം എന്നും നിറഞ്ഞു നിൽക്കുവാൻ ഇടയാകട്ടെ. നമുക്കൊരു നിമിഷം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെയും നിയന്താവും നേതാവുമായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ ചൈതന്യം സമൃദ്ധമായി വർഷിക്കണമേ. അങ്ങയുടെ സ്നേഹ സാന്നിധ്യം അതാണ് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീരുക. പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഭാഷ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളെ എന്നും നസ്രത്തിലെ ആ കൊച്ചു കുടുംബം പോലെ സ്വർഗതുല്യമായ സന്തോഷത്തിൽ നിലനിർത്തണമേ. പ്രിയമുള്ളവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ, സ്നേഹത്തിൻ്റെ ഭാഷ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.